ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഓട്ടമുണ്ട്. ഇന്നത്തെ ഓട്ടം നേരെ ചെങ്ങന്നൂരിൽ നിന്ന് നമുക്ക് വൈക്കത്തിലാണ്. അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ അരുൺ ബ്രോ. മഴയൊക്കെയാണ്, വണ്ടി എടുത്തുകൊണ്ട് പോരുന്നു ഗൈസ്. വണ്ടി നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. ഇനി പോയി സ്റ്റാർട്ടാക്കാൻ പോകണം. സമയമില്ല, നമുക്ക് 8:30 വണ്ടി കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ശബ്ദങ്ങൾ കേൾപ്പിച്ചുതരാം. ആദ്യം നിങ്ങളൊന്ന് കേട്ടു. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി എയറൊക്കെ കയറ്റി നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടപ്പോഴത്തേക്കും നമ്മുടെ നന്ദുപുറ വന്നു. നന്ദുപുറം കയറ്റിക്കൊണ്ട് നമ്മുടെ ആദ്യത്തെ കലാപരിപാടി ഡീസൽ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഓട്ടം നമുക്ക് വൈക്കത്തിനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡീസലൊക്കെ ഞങ്ങൾ നിറച്ചിട്ട് നേരെ ചെങ്ങന്നൂർ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർ റെഡിയായി നിൽക്കുമായിരുന്നു. പിന്നെ വണ്ടി നിറങ്ങാൻ പോലും സമയം കിട്ടിയില്ല. അവരെ ഞങ്ങൾ കയറ്റിക്കൊണ്ട് നേരെ നമ്മുടെ വൈക്കത്തിൽ പിടിച്ചു. ഞങ്ങൾ പോയത് നേരെ നാട്ടാമ്പഴി തിരിഞ്ഞ് കുമരകം വഴിയായിരുന്നു. പക്ഷേ ഗൈസ്, കുമരകത്തിന്റെ അവിടെ അടുക്കാറായപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ പാലം പണി കാരണം നമുക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ കോട്ടയം വരെ കറങ്ങിയാണ് പോയത്. അങ്ങനെ കറങ്ങി ചെന്നപ്പോഴത്തേന് നമ്മുടെ വൈക്കത്തിന്റെ അവിടെ കുഞ്ഞു വഴികളൊക്കെയാണ്, നമുക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ലായിരുന്നു. അവസാനം നമ്മൾ ഐസ് പാൻറ് കയറ്റി വണ്ടി ഇടേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ചെക്കിനെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് നടന്നു. അപ്പൊ ഇവിടെ വെച്ചാണ് ഗൈസ് ഇന്ന് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം. കല്യാണമാണ്, എൻഗേജ്മെന്റ് ആണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കാതെ നേരെ അകത്ത് കയറിയപ്പോൾ നല്ല ഫുൾ ബൊഫയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം നേരെ പോയി ഫുഡൊക്കെ അങ്ങ് അടിക്കാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കഴിച്ചു. നേരെ പുറത്തിറങ്ങിയപ്പോഴാണ് ഐസ്ക്രീം കൗണ്ടറിൽ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ ഇടിച്ചു കുത്തി ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് നടന്നു. അപ്പോഴേക്കും നമ്മൾ ആൾക്കാർ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി ഐസ് പാനിന്റെ അവിടെ തന്നെ നമ്മൾ കുത്തിത്തിരിച്ച് അവിടുന്ന് വണ്ടി നേരെ റോഡിൽ കയറ്റിട്ട് നേരെ പോയി നമ്മുടെ ആൾക്കാരെ കയറ്റി കഴിഞ്ഞപ്പോൾ നേരത്തെ പറ്റും നമുക്ക് പറ്റാതിരിക്കാൻ നമ്മളതിനടുത്ത് നേരെ MC റോഡ് തലയോലപ്പറമ്പ് മേടിച്ച് നേരെ വൈക്കം വഴി വരുവാണ്. അല്ല, വൈക്കത്തുനിന്ന് തലയോലപ്പറമ്പ് മേടിച്ചിട്ട് ഞങ്ങൾ ഏറ്റവും ഒരു കോട്ടയം വഴി വരുവാണ്. പക്ഷേ MC റോഡ് മേലെ പിടിക്കില്ലെന്ന് എനിക്ക് അന്നത്തോടുകൂടെ മനസ്സിലായി. അങ്ങനെ നേരെ കയറി കോട്ടയം സിഗ്നൽ വന്നപ്പോൾ ഒരുത്തൻ സോക്കടി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ വളത്തോടെ കയറ്റി വെച്ചേക്കും. അവൻ എവിടെ പോകാനാണോ, അവൻ എന്ത് പറയാനാ ഇവനോട് നമ്മൾ. അങ്ങ് കോട്ടയം ജംഗ്ഷനിൽ തുടങ്ങിയ ബ്ലോക്ക് ഇങ്ങ് വന്ന് നാട്ടകം വന്ന് ചെങ്ങവനം വരെ ഉണ്ടായിരുന്ന വന്ന വഴി കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നേരെ വന്നിട്ട് ചെങ്ങന്നൂരുള്ള നമ്മൾ ആളെ ഇറക്കി. അങ്ങോട്ട് പോകുമ്പോൾ ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വണ്ടികൾ നേരെ പ്രൈവറ്റ് ബസ്സിന്റെ തുല്യമാണ്. ആളെ പലയിടത്തും ഇറക്കിയിട്ട് വേണം. അങ്ങനെ നേരെ വന്ന് ചെങ്ങന്നൂർ നമ്മുടെ ആൾക്കാരെ എല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയും കൊണ്ട് നേരെ ഷെഡിലോട്ട് പോവാണ്. ആളെ ഇറക്കി പോകുന്ന വഴിക്ക് നന്ദുപുരം വന്നിട്ട് എനിക്കൊരു വീഡിയോ ഒക്കെ എടുത്തു തന്നു. എന്നിട്ട് നേരെ നമ്മൾ ഷെഡിൽ ചെന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഇറക്കിയിട്ട് വേണം ഈ വണ്ടി അവിടെ കയറ്റിയിടാൻ. അങ്ങനെ നേരെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടപ്പോൾ നമ്മുടെ ഫാൻസ് പിള്ളേരെന്ത് യുമാൻ്റെ കണ്ണട വെച്ച് വന്ന് ചോദിക്കും എനിക്കൊരു ഓട്ടോ കൊണ്ട് തരാമെന്ന്. അവൻ പറഞ്ഞു എടുത്തോളം പറഞ്ഞു. അപ്പോഴേക്ക് വണ്ടി എടുത്ത് അവൻ തിരുവനന്തപുരം മൈസൂരൊക്കെ പോയിട്ട് വണ്ടി തിരിച്ചു കൊണ്ടിട്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അടുത്ത വട്ടം പോകാനായിട്ട് നമ്മൾ ബ്രോ വണ്ടി കഴുകാൻ പോവാണ്. അപ്പം നിങ്ങൾക്കും കല്യാണമോ ടൂറോ ട്രിപ്പോ എന്തോ ആയിക്കോട്ടെ, പാക്കേജ് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമപ്രായം വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.